മലപ്പുറം ജില്ലയിലെ തിരൂർ അല്ലൂർ എം.ഇ.എസ്. സ്കൂൾ ലോകത്തിനു മുന്നിൽ തന്നെ മാതൃകയാക്കിയ കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. നിങ്ങളുടെ കൊച്ചു സമ്പാദ്യങ്ങൾ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്കായി ചേർത്ത് വയ്ക്കൂ എന്ന പ്രധാന അധ്യാപകൻ ഫഹദ് കെ.പി.യുടെ ഒരൊറ്റ വാട്സപ്പ് സന്ദേശം. അടുത്ത ദിവസം തങ്ങളുടെ കൊച്ചു ആവശ്യങ്ങൾക്കായി മാസങ്ങളോളം ഒരുക്കുകൂട്ടിയ നൂറുകണക്കിന് പണക്കൊടുക്കുകളായാണ് എം.ഇ.എസ്. സെൻട്രൽ സ്കൂൾ അല്ലൂരിലെ കുട്ടികൾ എത്തിയത്. ഒരു വ്യത്യസ്തമായിട്ടാണ് ഇത് കാണാൻ കഴിഞ്ഞത്. മറ്റു സ്കൂളുകളെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ കാഴ്ച കാണുന്നത്. ആദ്യമായിട്ട് തന്നെയാണ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഘട്ടത്തിലും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്കും അതുപോലെ തന്നെ വേറെ മറ്റുള്ള എന്ന തലക്കെട്ടോടുകൂടിയ ഈ ധനസമാഹരണ പദ്ധതി ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതുപോലെ ഇത്രയും നേരം എന്നെ ശ്രമിച്ച് കേട്ടുനിന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്കും ഇവിടെയുള്ള വേദിയിലും ദുരന്ത നിവാരണ ഇൻസിഡന്റ് കമാൻഡർ ശ്രീമതി ശ്രീജ എസ്. തഹസീൽദാർ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് തിരൂർ കുഞ്ഞുങ്ങളുടെ സമ്പാദ്യക്കൊടുക്കൽ ഏറ്റുവാങ്ങി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂടാതെ തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ സ്ക്രാപ്പ് ചലഞ്ച് നടത്തി വയനാടിനായി പണം സമാഹരിക്കുന്ന സ്കൂളിലെ ബൈസിക്കിൾ സ്റ്റാഫിനെയും എൻ്റെ പങ്ക് വയനാടിന് എന്ന പേരിൽ തങ്ങളുടെ പങ്ക് ചേർത്ത് വയ്ക്കുന്ന എം.ഇ.എസ്. സ്കൂളിലെ ജീവനക്കാരെയും അനുമോദിക്കാൻ തഹസീൽദാർ മറന്നിട്ടില്ല. നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അല്ല ഒരു കഴിഞ്ഞ് കുറച്ച് അതിനകത്ത് നിർബന്ധം കൊച്ചിനെ കൂട്ടാനായിട്ട് ഫോട്ടോ ഫോട്ടോസ് എൻ്റെ കയ്യിലെടുക്കുന്നുണ്ട്. അതായത് ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ കരളണിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടികൾ സൈക്കിൾ എടുക്കാൻ കളിപ്പാട്ടം വാങ്ങാനൊക്കെ ഒരുക്കു കൂട്ടിയ തൊണ്ടുകളാണ് വയനാട്ടിലെ. ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പുതു തലമുറ നടത്തുന്ന പ്രവർത്തനങ്ങളെ PTM പ്രസിഡന്റ് കുഞ്ഞുസാഹിബ് അധ്യക്ഷ പ്രസംഗത്തിൽ അനുമോദിച്ചു. മലപ്പുറത്തെ കുറ്റം പറയുന്ന ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം. കുട്ടികളുടെയും നാട്ടുകാരുടെയും സ്കൂളിൻ്റെയും ഈ പ്രവർത്തനം കാര്യത്തെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. Great thing that fellow beings in the that all my dear students and teachers will 1 lakh rupees for the victims of 2019 flood.